ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കനൊക്കെ മേടിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1/2 ടീസ്പൂൺ തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം കൂടിയും ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ചിക്കനിൽ തിരുമ്മി പിടിപ്പിക്കാം. ഇപ്പം ഞാനിത് നന്നായി തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂറെങ്കിലും ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ റവയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഈ മിക്സ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ചൂടാവുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാണ്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടിഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാതും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എല്ലാതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഫ്രൈ ആയി വരട്ടെ. ചിക്കൻ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ സോയാ സോസാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഷുഗറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വെള്ളവും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായി ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഓയിൽ മുഴുവൻ ആവശ്യമില്ല. 1 ടീസ്പൂൺ ഓയിൽ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത ഓയിലിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് നമുക്കിതിലേക്ക്
ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചത് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി സോസെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തണ രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപാര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.